അപ്പോൾ ഇതാ നമ്മുടെ റിസോർട്ട് എത്തി, പറക്കാട്ട് റിസോർട്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 റൂംസ് അവർ കാണിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് പൂള് ഉള്ളത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരാമെന്ന് പറയണേ. ഇതാണ് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂമിൽ പോയി. അപ്പോൾ ആ റൂമിൽ പോയപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ ദിൽഷയുടെ ഷൂട്ടിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ റൂം എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ റൂം പോയി കണ്ടു. അങ്ങനെ റെഡിയായി. ജസ്റ്റ് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ റൂം 102 ആണ് നമ്മുടെ റൂം. ഇത് റൂം. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇവിടെ നിന്നാണ് ബാൽക്കണി എപ്പോഴും ക്ലോസ്ഡ് ആണ്. കാരണം ഇവിടെ മഞ്ഞയുടെ ശല്യം ഉള്ളത് കൊണ്ട് എപ്പോഴും നമ്മളോട് ക്ലോസ് ചെയ്തിടാനാണ് പറഞ്ഞേക്കണത്. ഇവിടെ അവർ 2 ചെയേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ റൂം എടുത്തപ്പോൾ നമുക്ക് കുറച്ച് പാക്കേജുകൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ ഒന്നാണ് നമ്മൾ അവിടെ കാണുന്ന വാട്ടർഫോൾസ്. നമ്മൾ അങ്ങോട്ട് അവർ റൈഡിന് കൊണ്ടുപോകുന്നുണ്ട്, ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന രീതിയിൽ. അപ്പോൾ അവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അവർ പോയിട്ട് വരുന്നതാണ് അതൊക്കെ. ജീപ്പ് ഇങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെയാണ് നമുക്ക് പ്രൈവറ്റ് പൂളുള്ളത്. ഇനി അടുത്ത റൂം എന്ന് പറയുന്നത്, അടുത്ത ബെഡ്റൂം കിഡ്സിൻ്റെ റൂമുണ്ട്. ഇവിടെ നിന്നും ഒരു വാഷ്റൂമുണ്ട്. ഇവിടെ നിന്ന് വാഷ്റൂം അല്ല കേട്ടോ, ഇവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള എൻട്രൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നുണ്ട് മെയിൻ നമ്മുടെ. പിന്നെ വാഷ്റൂം ഉള്ളത് ഇവിടെയാണ്. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷവർ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓഫ് റോഡ് ജീപ്പ് ട്രെക്കിംഗ് ഉണ്ട്, അത് അവരുടെ ഇൻസൈഡിലെ പ്രോപ്പർട്ടി തന്നെയാണ്. പിന്നെ റോപ്പ് വേ ഉണ്ട്, കെയർ റൂം വിസിറ്റ് ഉണ്ട്, അതുപോലെ കിഡ്സിൻ്റെ പാർക്കുണ്ട്, ഇൻഡോർ ഗെയിംസുകളുണ്ട്. നല്ല മഴയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് പിന്നെ എന്തായാലും നമുക്ക് അഡ്വഞ്ചർ ട്രിപ്പിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു മഴയുണ്ടെങ്കിൽ ജീപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മുടെ അഡ്വഞ്ചർ ട്രിപ്പ് ക്യാൻസലായി. നല്ല മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കോട മഞ്ഞാണ്. നമുക്ക് നല്ല രസമായിട്ടാണ് കാണാനായിട്ട്. മൂന്നാറിൽ ഇതാണല്ലോ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു ആ ട്രിപ്പ്. മക്കളൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കാണുന്നത് തന്നെ. അപ്പോൾ അത് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ട്രിപ്പായിരുന്നു അത് ശരിക്കും. നമുക്ക് തൊട്ടടുത്ത വണ്ടികൾ പോലും നമുക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. നമുക്ക് ഡ്രൈവിംഗ് തന്നെ നമുക്ക് സേഫ് ആയിരുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ.
ഞങ്ങൾ അധികം കറങ്ങിയൊന്നുമില്ല. ഞങ്ങൾ മെയിനായിട്ട് പോയത് കണ്ണൻ ദേവൻ അവരുടെ ഷോപ്പിലൊന്ന് പോകണം. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൻ ദേവൻ്റെ റിപ്പിളിൻ്റെ സ്റ്റോർ റൂമിലാണ്. ഇത് ചോക്ലേറ്റുകളുണ്ട്, അതുപോലെ തന്നെ ടീ പൗഡറുകളുണ്ട്. പിന്നെ കോഫി, ഇവിടെ ഐസ് ടീകൾ. അങ്ങനെ പർച്ചേസ് ചെയ്തു ചോക്ലേറ്റ്. ഏകദേശം 8:30 ആയി. ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ പോന്നു. ഇപ്പം അത്ര മഴയൊന്നുമില്ല. നമ്മൾ റിസോർട്ടിലെത്തി. ഇപ്പം ഞങ്ങളിതേ റൂമിലെത്തി. നൈറ്റ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ലൈറ്റ് ഇട്ടിട്ടാ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത്, ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റ് നല്ലതല്ലാത്തത് കൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ അവിടെ സോങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പിന്നെ അവിടെ തന്നെയാണ് ഇൻഡോർ ഗെയിംസ് ഉണ്ടെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അവിടെ ഒന്ന് പോകണം. ഇവിടെ ഒരു സോങ് മാത്രമേ വെച്ചിട്ടുള്ളൂ, അങ്ങനെ പ്രോഗ്രാമൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വന്നത് മാത്രം. അപ്പോൾ ഇങ്ങനെ നമുക്ക് താഴേക്ക് പോയിട്ട് പ്ലേ ഏരിയയിൽ പോവാം. അവിടെ പോകാനാണ് മക്കളിപ്പോൾ തിരക്ക് കൂട്ടണേ. അപ്പോൾ ഇങ്ങനെ അവിടേക്ക് പോവാം. ഇത് കോമൺ സ്വിമ്മിംഗ് പൂൾ, അതാണ് നമ്മുടെ റിസോർട്ട്. രാവിലെ 7 മണിക്ക് ആയിട്ടാ. നല്ല മഞ്ഞുണ്ട്, ഒന്നും കാണാൻ പറ്റില്ല.
എഴുന്നേറ്റിട്ടില്ല, എഴുന്നേൽക്കണേ ഉള്ളൂ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഏഞ്ചൽ. അടുത്ത ആൾ എവിടെ കിടക്കണ? ഐൻസ്റ്റീൻ എന്നെക്കിട്ടാ? എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. റെസ്റ്റോറൻറ്റിൽ പോകണം. നമ്മുടെ റൂമുള്ളത് -1-ലാണ്. ഇനിയിപ്പോൾ നമ്മൾ 0-ലാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ 3rd ഫ്ലോറിലാണ് റിസപ്ഷനൊക്കെ വരുന്നത്. റെസ്റ്റോറൻറ്റ് എത്തി. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് ഈ കോട കയറുമ്പോണ്ടല്ലോ നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ ഇതിൻ്റെ സൈഡൊക്കെ ഓപ്പണാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് കോട ഉള്ളിലേക്ക് കയറും. ഇന്നലെ നമുക്ക് ക്ലൈമറ്റ് ശരിയല്ലാത്തത് കൊണ്ട് അഡ്വഞ്ചർ ട്രിപ്പ് ഉണ്ടായിരുന്നില്ല, അതവർ ക്യാൻസൽ ചെയ്തു. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ല ക്ലൈമറ്റ്. അപ്പോൾ അതേ നമ്മൾ ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ജീപ്പ് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കാണും.
കയ്യെത്തോ അല്ലേ? ആൻസിന്റെ കയ്യിലുണ്ടല്ലേ? ഞാൻ സംഭവമായിരുന്നു ഒരു ആ ബേബിക്ക് എന്തിനു പേടിയാണ്? ഇതാണ് ഗുഹ. കേവ് റൂമുള്ളത്. നമുക്കിവിടെ 2 കെയർ റൂംസാണ് വരുന്നത്. ഒന്ന് ഇത്, ഒന്ന് മേളില്. ഇതിന്റെ ബാൽക്കണി ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഫോട്ടോ എടുക്കാനായിട്ട് എടുക്കുന്നത്. ഇതാണ് കേവ് റൂം. 45,000 per day. അമ്മ ഗാർഡൻ സിംഗിൾ റൂം അല്ല. വാഷ്റൂം. ഇനി അടുത്ത റൂമിലേക്ക്. ഇവിടെ 2 കേവ് റൂമുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ കണ്ടത്. പിന്നെ വാഷ്റൂം. ഒരു റൂം വാങ്ങിയിട്ടുണ്ട്. വാഷ്റൂം. ഇത് ബെഡ്റൂം. ബെഡ്റൂം. ഇത് വാഷ്റൂം നമ്മൾ നേരത്തെ കണ്ടത്.
ഇതിൻ്റെ സൈഡിലാണ് ഇത് ആർട്ടിഫിഷ്യലാണ് പറഞ്ഞത്, ശരിക്കുള്ളതല്ല. ഈ പാലക്കാട് റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ വിൽക്കണം. ക്യാപ്പ് വെച്ചു. പിന്നെ സൈക്ലിംഗ് ഉണ്ട്, പക്ഷെ ഇന്ന് മഴയായതുകൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇന്നില്ല സൈക്ലിംഗ്. നല്ല രസമാണ്. ഇവിടെ നിന്ന് ഈ റോപ്പ് വഴി നേരെ അവിടെ ചെന്നെത്തും.
അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സൈക്ലിംഗ് മാത്രം ഉണ്ടായിരുന്നില്ല. അത് ക്ലൈമറ്റ് ഇതായതുകൊണ്ട് സൈക്ലിംഗ് ഉണ്ടായില്ല. നമ്മൾ റോപ്പിക്കോടെയൊക്കെ നടന്ന നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മുടെ ജീപ്പ് വരുന്നുണ്ട്. ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വേഗം പോവാണ്. അവരെ ഇറക്കിയിട്ട് നമുക്ക് കയറണം. ഞങ്ങളുടെ ചെക്കൗട്ട് ടൈമായി. ഞങ്ങൾ ഡോർ ക്ലോസ് ചെയ്തു. കൊടുക്ക്, കീ കൊടുക്ക്. Everything is good. Just a moment. Check. Okay. പള്ളി മൗണ്ട് കാർമൽ. ഇപ്പൊ നമ്മൾ പോകുന്നത് പള്ളിയിലേക്കാണ്. മൗണ്ട് കാർമൽ ചർച്ച്.
ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കണം. നമ്മൾ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാം. എലിഫന്റ് പാർക്ക്. പള്ളിയുണ്ട്. ചമ്മി പോയി. അല്ല മുത്തേ സുത്തേ ഇതാണ് കണ്ണൻദേവൻ റിപ്പിൾ ട്രീ ടീറ്റിൽ പ്ലാന്റേഷൻ. പാതിക ആടല്ലേട്ടാ.
ടിക്കറ്റ് വാങ്ങണം, പൈസ കളയണം. ഇതാണ് കണ്ണൻ ദേവൻ റിപ്പിൾ ടീയുടെ ഫാക്ടറി. നമ്മൾ വിസിറ്റ് ചെയ്യാന്ന് വെച്ച് വന്നത്, പക്ഷേ 2 ദിവസം അവധിയാണ്. ഇന്നിപ്പോൾ സൺഡേ അല്ലേ, അപ്പോൾ അവധിയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ ഓൾറെഡി മേടിച്ചു, ചായപ്പൊടിയൊക്കെ ഞങ്ങൾ മേടിച്ചു ഓൾറെഡി. അപ്പോൾ അത് കാരണം പിന്നെ തിരിച്ചു പോവാം. ഇപ്പം നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തി. ഇപ്പോൾ ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കടന്നു പോകണേ. മദറുണ്ട്, ബേബിയുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മൂന്നാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.